ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. മോഹൻലാൽ മാത്രമല്ല, അമ്മ സംഘടനയിലുള്ള എല്ലാ അംഗങ്ങളും മുഴുവനായിട്ട് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖർ അതിനെ വിലക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒറ്റയ്ക്ക് രാജിവെക്കരുത് എന്നുള്ള ഒരു മോഹൻലാലിനെ ഉപദേശിച്ചത് മമ്മൂക്കയാണ് എന്നുള്ള ഒരു കാര്യമാണ് മറ്റൊരു വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ന്യൂസ് മലയാളത്തിലൂടെ അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നു. എന്താണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ ശരിക്കും പിടിച്ചു കുലുക്കിയിരിക്കുന്നുവെന്ന് തന്നെ പറയാം. ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ അവർക്കുണ്ടായ പീഡനങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർ മുൻനിരയിൽ നിന്നുകൊണ്ട് ആളുകളെ ചവിട്ടിത്തേക്കുന്ന ഒരു കാര്യത്തിനോട് പ്രതികരിച്ചു കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനൊരു തുടക്കമിടുമ്പോൾ ആദ്യമായിട്ട് മലയാള സിനിമയിലാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. എന്താണെങ്കിലും ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. കട്ടയ്ക്ക് സപ്പോർട്ട് മമ്മൂക്ക ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും എടുത്തു പറയാനുള്ള കാര്യം, ഇതിനകത്തെ മുഴുവൻ അംഗങ്ങളും വരുമ്പോൾ ഒരു ഉടച്ച് വാർക്കൽ തന്നെയാണ്. അതായത് ഇതുവരെ നടന്ന ഒരു കാര്യത്തിനും അവർക്ക് ഒരു ഉത്തരവും കൊടുക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും പാടെ തകരുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിലകൻ പ്രശ്നത്തിന് ശേഷം ഇത്രത്തോളം രൂക്ഷമായ ഒരു കാര്യം അമ്മയിൽ വന്നിട്ടില്ല. എന്തായാലും അംഗങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭിന്നത തന്നെ എടുത്തു കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നിനു പുറകെ ഒന്നൊന്നായി ഓരോരുത്തരെയും കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് കള്ളം എന്നൊന്നും അറിയാൻ വയ്യാത്ത കാര്യം. എന്താണെങ്കിലും തീർച്ചയായും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ആരാണെങ്കിലും ലഭിക്കണം. അതേപോലെ വെറുതെ വന്ന് ഉള്ള ആരോപണങ്ങൾ ചെയ്യുന്നവർക്കും മാതൃകാപരമായ ശിക്ഷ നൽകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അമ്മ സംഘടന ഇനിയും ഒരു പൊളിച്ചു പണി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആരൊക്കെയായിരിക്കും ഇനി ഇതിനകത്ത് പുതിയ ഭാരവാഹികളെന്ന് നമുക്ക് കണ്ടറിയാം. അതിന് ഒപ്പം തന്നെ നിങ്ങളോടുള്ള ഒരു ചോദ്യം, കലാകാരന്മാർക്ക് ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് എടുത്തു ചോദിക്കുന്നത്. കാരണം ക്രിയേറ്റിവിറ്റിയാണ് ഇതിൻ്റെ പിറകിൽ നിൽക്കുന്നത്. അതിനൊരു സംഘടനയും അല്ലെങ്കിൽ സംഘം ചേർന്നിട്ടുള്ള കാര്യങ്ങളും ആവശ്യമുണ്ടോ? ആർക്കും അവരവരുടെ ഇഷ്ടത്തിന് അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ക്രിയേറ്റിവിറ്റിയെ കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വേണോ, ഇങ്ങനെ ഒരു സംഘടന വേണമോ എന്നുള്ളത് നിങ്ങൾക്ക്, അതായത് ജനങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ജനങ്ങൾ മുന്നോട്ട് വിടുന്ന, അവർക്ക് അന്നം നൽകുന്ന ജനങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ്. അതേപോലെ തന്നെ മോഹൻലാൽ ഇതിൽ നിന്ന് രാജിവെച്ചത് കൊണ്ട് പ്രശ്നങ്ങൾ തീർന്നോ? അദ്ദേഹം ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണോ? അതോ അദ്ദേഹം ചെയ്തത് ഉചിതമാണോ? മമ്മൂട്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് ഉചിതമാണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും ഈ പ്രശ്നം ഇങ്ങനെയാണോ തീരുന്നത്, അതോ നമ്മൾ നിയമത്തിൻ്റെ വഴിയെ പോയി തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് മാതൃകാപരമായി തന്നെയാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഗ്രീൻ മീഡിയാസ്.